2013 ജിത്തു യൂസഫ് ദൃശ്യം സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്നാൽ അതിനും 5 വർഷം മുൻപ് 2008 നടന്ന ഒരു കൊലപാതകം, ഏറെ കോളിളക്കമുണ്ടാക്കിയ തലയോലപ്പറമ്പിലെ മാത്തൻ കൊലക്കേസ്. ആ കേസിലാണ് പ്രതിയെന്ന് കരുതിയ അനീഷിനെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട കാലായിൽ മാത്തൻ എന്ന് വിളിക്കുന്ന മാത്യുവും പ്രതിയായ അനീഷും തമ്മിൽ ദീർഘകാലം സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഈ ഇടപാടുകൾ തർക്കത്തിലേക്ക് നീങ്ങി. 2008 നവംബർ 25 രാത്രി പ്രതിയായ അനീഷ് മാത്തനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യം മാത്തനെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി. കസേരയിലിരുന്ന് മയങ്ങിയ മാത്തന്റെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ് കൊലപ്പെടുത്തി. അതിനുശേഷം തലയോലപ്പറമ്പ് പള്ളിക്കവലയ്ക്ക് സമീപമുള്ള അനീഷിന്റെ കടയുടെ പിൻഭാഗത്ത് കുഴിച്ചിട്ടു. ഇതായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം. 2008 നടന്ന സംഭവം പുറം ലോകം അറിയുന്നത് 2016 അതുവരെ ഇതൊരു തിരോധാന കേസ് മാത്രമായിരുന്നു. 2012 കേസിലെ നിർണായകമായ ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഗുജറാത്തിലെ ഒരു കള്ളനോട്ട് കേസിൽ അനീഷും തിരുവനന്തപുരം സ്വദേശിയായ പ്രേമനും പോലീസിന്റെ പിടിയിലാകുന്നു. ഗുജറാത്തിലെ ജയിലിൽ വച്ച് മാത്തനെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവം അനീഷ് പ്രേമനോട് പറയുന്നു. 2016 പ്രേമൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് വൈക്കത്തുള്ള അനീഷിന്റെ പിതാവിന് കത്തയക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയുമെന്നായിരുന്നു പ്രേമന്റെ ഭീഷണി. എന്നാൽ ഈ കത്തുമായി അനീഷിന്റെ പിതാവ് നേരെ പോയത് വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക്. കത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രേമനെയും അനീഷിനെയും പോലീസ് ചോദ്യം ചെയ്തു. 2016 ആയപ്പോഴേക്കും അനീഷിന്റെ കട വ്യാപാര സമുച്ചയമായി മാറിക്കഴിഞ്ഞിരുന്നു. തെളിവുകൾ തേടി പോലീസ് കട കുഴിക്കാൻ തുടങ്ങി. കടയ്ക്കുള്ളിൽ നിന്ന് 32 അസ്ഥികൾ പോലീസ് കണ്ടെത്തി. DNA പരിശോധനയിൽ അത് മാത്തന്റെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ കൊന്നത് അനീഷാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഒരു മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ബാക്കി അസ്ഥികൾ എവിടെ പോയി എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തലയോട്ടി കണ്ടെടുത്തിട്ടില്ല. അതിന് പ്രോസിക്യൂഷൻ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. എങ്ങനെയാണ് ഇത് കാണാതായതെന്നോ ഒന്നുള്ളതും തെളിയിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ തന്നെ സംശയാതീതമായി കാണാതായി എന്ന് പറയുന്ന മാത്തൻ്റെ ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. DNA പരിശോധനയിൽ കാണാതായ മാത്തൻ്റെ അസ്ഥികളാണെന്ന് തെളിഞ്ഞുവെങ്കിലും ആ പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ കളക്ഷനുകളും ആ സാമ്പിൾ അയക്കുന്ന കാര്യത്തിലും അതിലൊക്കെ ഒരുപാട് കൃത്രിമം നടന്നതായിട്ടാണ് ഡിഫൻസ് മനസ്സിലാക്കുന്നത്. 2013 പുറത്തിറങ്ങിയ ദൃശ്യം സിനിമയുടെ മാതൃകയിൽ അന്വേഷണ സംഘം തയ്യാറാക്കിയ തിരക്കഥയാണ് ഈ കേസെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഈ പ്രതിയെ ഈ കേസുമായി ബന്ധപ്പെടുത്താനുള്ള യാതൊരു തെളിവുമില്ല. സാക്ഷിമൊഴികളില്ല, ശാസ്ത്രീയമായ തെളിവുകളില്ല. ഇദ്ദേഹം നടത്തിയെന്ന് പറയുന്ന കുറ്റസമ്മത മൊഴി നിയമപരമായി സ്വീകരിക്കാനുള്ള യാതൊരു ഇതുമില്ല. ഇത് ഒന്നുകിൽ മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനെയൊരു പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിനോ വേണ്ടിയോ ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നുള്ളതാണ്. 2023 ജൂലൈയിലാണ് കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. കേസിൽ 49 സാക്ഷികളെ വിസ്തരിക്കുകയും 179 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അനീഷിനെ വെറുതെ വിട്ടത്. അതേസമയം കേസിൽ അപ്പീൽ പോകാനാണ് കൊല്ലപ്പെട്ട മാത്തന്റെ കുടുംബത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.